റെയിൽവേ എക്സാംസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSEB ഇനി വരാനിരിക്കുന്ന സബ് എഞ്ചിനീയർ അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലാസ് നമ്പർ 3, ടോപ്പിക് AC സർക്യൂട്ട്സ്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഫസ്റ്റ് വൺ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. സോ ഇതാണ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് V = VM sin ഒമേഗ ടി. VM എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം. ഈ സൈൻ ഒമേഗയുടെ ഈ ഒമേഗ ടി എന്ന് പറയുന്ന പേരാണ് ഫേസ്, അതായത് ആ വോൾട്ടേജിൻ്റെ ഫേസ് എന്ന് പറയും. ഈ സൈനിന് ശേഷമുള്ള ആംഗിൾ, ഇവിടെ ഒമേഗ ടി ഈസ് ദ ഫേസ്, VM ഈസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ ഈ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ വാല്യൂ R. സോ ഒരു വോൾട്ടേജും ഒരു റെസിസ്റ്റൻസും ഉണ്ട്. സോ ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആ കറണ്ടിൻ്റെ വാല്യൂ ഐയും ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയിരിക്കും, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഇതാണ് ആ വേവ് ഫോം. ഈ ഒരു വേവ് ഫോമിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഡിഗ്രിയിൽ പറയുന്നത് 360 ഡിഗ്രി, അല്ല റേഡിയനിൽ പറയുന്നത് ഒരു 2π റേഡിയൻ ആയിരിക്കും. സോ അത് നോക്കാൻ മനസ്സിലാവും. ഇതാണ് ഒരു വേവ് ഫോം. ആ വേവ് ഫോമിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. സോ ഇത് 2π ആണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി നേർപകുതി ആകുമ്പോൾ അത് π ആയിരിക്കും. ഇത് π/2, ഇത് 3π/2. ഓക്കെ, ഈ വേവ് ഫോം നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ കറണ്ട്, ഇത് വോൾട്ടേജ് വേവ് ഫോം, ഇത് കറണ്ട് വേവ് ഫോം. ഈ രണ്ട് വേവ് ഫോമും 0 മാഗ്നിറ്റ്യൂഡ് ആവുന്നത് സെയിം ടൈമിലാണ്. ഇത് ഇവിടെയും 0 മാഗ്നിറ്റ്യൂഡ് ആവുന്നത് സെയിം ടൈം. അതേപോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആവണതും മാക്സിമം വാല്യൂ ആകുന്നതും സെയിം ടൈമിലാണ്. ഇത് രണ്ട് മാക്സിമം ആവണത് π/2ലാണ്, നെഗറ്റീവ് മാക്സിമം ആവണത് 3π/2ലാണ്. സോ അതുകൊണ്ട് ഈ രണ്ട് വേവ് ഫോമും ഇൻ ഫേസിലാണ് നമുക്ക് പറയാം. അതായത് ഒരു റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൻ്റെ കറണ്ട് വേവ് ഫോമും വോൾട്ടേജ് വേവ് ഫോം, അല്ലെങ്കിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലാണെന്ന് പറയാം. ദാറ്റ് മീൻസ് രണ്ട് വേവ്സ് ഇൻ ഫേസിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആകുന്നതും മാക്സിമം ആകുന്നതും സെയിം ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് വേവ് ഫോമും ഇൻ ഫേസിലാണെന്ന് പറയാം. സോ ഈ സർക്യൂട്ടിൻ്റെ കേസിലും വോൾട്ടേജ് വേവ് ഫോമും കറണ്ട് വേവ് ഫോമും ഇൻ ഫേസിലാണ്. അത് നമുക്ക് അതിൻ്റെ വേവ് ഫോമിൻ്റെ ഇക്വേഷൻ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷനോട് നോക്കിയാൽ മനസ്സിലാക്കാം. VR = R×IM. R×IM എന്ന് പറഞ്ഞാൽ എന്താണ്? VM sin ഒമേഗ ടി ആണ്. അതേപോലെ ഇവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ IM sin ഒമേഗ ടിയുമാണ്. അപ്പോൾ ഈ ഫേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സൈൻ ഒമേഗ ടി ആണ്, ഇവിടെയും ഒമേഗ ടി ആണ്. സോ രണ്ടും ഫേസ് ഈക്വലാണ്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഈ രണ്ട് വോൾട്ടേജ് വേവ് ഫോമും അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലാണെന്ന് മനസ്സിലാക്കാം. സോ ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലായിരിക്കും. ഇൻ ഫേസ് മീൻസ് ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതാണ് ഫേസർ ഡയഗ്രം. ആ ഫേസർ ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കറണ്ട് IR മീൻസ് കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ്, VR മീൻസ് കറണ്ട് ത്രൂ ദ വോൾട്ടേജ് ത്രൂ ദ റെസിസ്റ്റൻസ്. അത് രണ്ടും ഇൻ ഫേസിലാണ് നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, കാരണം ഫേസ് ഡിഫറൻസ് ഇല്ല. ഇതാണ് അതിൻ്റെ ഒരു ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു സർക്യൂട്ടിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് നോക്കാം. In pure resistance circuit, EMF and current, that means voltage and current are in same phase. Same phase means in phase. ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കി. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VM sin ഒമേഗ ടി, കറണ്ട് ഇക്വേഷൻ IM sin ഒമേഗ ടി. ഈ സൈൻ കഴിഞ്ഞുള്ള ഈ ഒമേഗ ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടും സെയിം ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് വേവ് ഫോമും ഇൻ ഫേസിലാണെന്ന് പറയാം. ഇൻ ഫേസ് മീൻസ് ഫേസ് ഡിഫറൻസ് ഇല്ല. ഫേസ് ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഫൈയുടെ വാല്യൂ 0. ഫേസ് ഡിഫറൻസ് മീൻസ് EMFനും കറണ്ടിനും ഇടയിലുള്ള വോൾട്ടേജ് ആംഗിൾ, അതായത് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിളിന് പറഞ്ഞ പേരാണ് ഫേസ്. സോ ആ ഫേസ് ഡിഫറൻസ് ഇല്ല. സോ ഫൈയുടെ വാല്യൂ 0. സോ ഫൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം cos φ ആണ്. സോ ഫൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് cos 0യുടെ വാല്യൂ നമുക്കറിയാം 1 ആണെന്നറിയാം. സോ ഒരു പ്യുർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ ഈസ് 1. ഇനി നമുക്കറിയാം AC പവറിൻ്റെ ഇക്വേഷൻ അറിയാം. AC പവറിൻ്റെ ഇക്വേഷൻ പവർ P VI cos φ ആണെന്നറിയാം. VI പവറിൻ്റെ ഇക്വേഷൻ P VI cos φ. ഈ V എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ RMS കറണ്ട്, cos φ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ. സോ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. P ERMS IRMS cos φ കൂടെ. ഇവിടെ cos φയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ERMS × IRMS. സോ ഇതാണ്
ഒരു എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി അതിൻ്റെ മാക്സിമം പവർ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ പവർ ഇൻഡിക്കേഷൻ ERMS ഇൻറ്റു IRMS ആണ്. സോ ഇതായിരിക്കും പവർ കൺസ്യൂംഡ് ഈസ് മാക്സിമം. പവർ കൺസ്യൂംഡ് ഈസ് മാക്സിമം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സോ പവർ ഫാക്ടർ മാക്സിമം ആയതുകൊണ്ട് പവർ കൺസ്യൂംഡും മാക്സിമം ERMS ഇൻറ്റു IRMS. കോസ് ഫൈയുടെ വാല്യൂ 1. ഇതാണ് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസും അതിൻ്റെ ഫീച്ചേഴ്സും. നെക്സ്റ്റ് വൺ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി. ഇവിടെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു V = V0 sin ωt. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ ഒരു കണക്ഷൻ, ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ L, കറണ്ട് I. ഇവിടുത്തെ പ്രത്യേകത നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ ലാഗിങ് പവർ ഫാക്ടർ ആണെന്ന് പറഞ്ഞത്. ലാഗിങ് പവർ ഫാക്ടർ മീൻസ് കറണ്ട് ലാഗ്സ് വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് വോൾട്ടേജ്. ലാഗ് മീൻസ് എന്ത് ചെയ്യുക? കുറച്ച് പുറകോട്ട് ഇരിക്കുക. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ആണ്. സോ ഇതാണ് ഈ വോൾട്ടേജ് വേവ് ഫോം. ദിസ് ഈസ് വോൾട്ടേജ് വേവ് ഫോം. കറണ്ട് വേവ് ഫോം ഇസ് ദിസ്. സോ വോൾട്ടേജ് വേവ് ഫോം, വോൾട്ടേജ് സീറോ ആകുന്നത് ഇവിടെ, കറണ്ട് സീറോ ആകുന്നത് ഇവിടെ. ദാറ്റ് മീൻസ് ഇത് ഇത്ര ഒരു ലാഗിങ് ഉണ്ട്, കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രിയാണ്? ഇത് π/2, ഇത് 0. ദാറ്റ് മീൻസ് π/2 ഡിഗ്രി കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് π/2 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് π/2 ഡിഗ്രി ലീഡ് ചെയ്യുന്നതാണ് അല്ലേ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ ലാഗിങ് പവർ ഫാക്ടർ ഒന്ന് എടുത്ത് തന്നെ പറയണം. കാര്യം കറണ്ടിനെ ബേസ് ചെയ്താണ് നമ്മൾ പവർ ഫാക്ടർ പറയുന്നത്. സോ കറണ്ടാണ് ലാഗ് ചെയ്തിരിക്കുന്നത്, കറണ്ടാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. സോ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ π/2 ഡിഗ്രി. സോ നമുക്ക് ഇക്വേഷൻ നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് I = Im sin ωt, കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ കറണ്ടിനെക്കാട്ടി വോൾട്ടേജ് കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് കുറഞ്ഞ് നിൽക്കുന്നു എന്ന് പറയാം. ഇവിടെ വോൾട്ടേജ് ഇക്വേഷൻ Vm sin ωt + 90. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? V = Vm sin ωt എന്ന് എഴുതിയതിന് ശേഷം I = Im sin ωt - 90 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിലും എഴുതാം. സോ ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിൽ എഴുതാൻ പറ്റും. ഇവിടെ അവർ കറണ്ടിൻ്റെ ഇക്വേഷൻ sin ωt കൊടുത്തിട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ωt + 90 എന്നിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് sin ωt ഇട്ടതിന് ശേഷം കറണ്ടിൻ്റെ ഇക്വേഷൻ ωt - 90 എന്നും ഇടാം. അത് ഏത് രീതിയിൽ ഇട്ടാലും കറക്റ്റ് തന്നെയാണ്. സോ ഇവിടെ 90 ഡിഗ്രിയുടെ ഒരു ലാഗിങ് കറണ്ടിന് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ഈ ഫേസർ ഡയഗ്രം നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ഇത് വോൾട്ടേജ് അതിന് താഴേക്ക് ലാഗ് ചെയ്യുന്നുണ്ട്, കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ട്, 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒരു ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തെന്ന് നോക്കാം. ഇൻ പ്യൂർലി inductive circuit current lags, this is inductive circuit. In purely inductive circuit current lags voltage by 90 degree. Equation നമുക്ക് നോക്കി, വോൾട്ടേജ് ഇൻഡിക്കേഷൻ നോക്കി, കറണ്ട് ഇക്വേഷൻ ωt - π/2. വോൾട്ടേജ് ഇൻഡിക്കേഷൻ Vmax sin ωt, കറണ്ട് 90 ഡിഗ്രി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് I = Imax sin ωt - π/2. ഫേസ് ഡിഫറൻസ് ഈസ് π/2. സോ ഫേസ് ഡിഫറൻസ് ഈസ് π/2 മീൻസ് φ = π/2. നമുക്ക് പവർ ഫാക്ടറിന് ഇക്വേഷൻ അറിയാം, കോസ് ഫൈ എന്ന് പറയുമ്പോൾ π/2 ആണെന്നുണ്ടെങ്കിൽ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണെന്നറിയാം. അതുകൊണ്ട് പവർ കൺസ്യൂംഡ് ഈസ് 0. കാര്യം പവറിൻ്റെ ഇക്വേഷൻ P = VI cos φ ആണ്. സോ ഇവിടെ φ 0 ആയതുകൊണ്ട് φ 90 ആയതുകൊണ്ട് cos φ 0 ആകുന്നു. സോ പവറിൻ്റെ വാല്യൂ 0. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് എ പവർ കൺസ്യൂംഡ് ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? ആൻസർ ഈസ് 0. പവർ കൺസ്യൂംഡ് ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് 0. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0 ആവുന്നുണ്ട്. പവർ ഫാക്ടർ 0 ആവാനുള്ള കാരണം ഫേസ് ഡിഫറൻസ് π/2 അല്ലെങ്കിൽ 90 ആണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. പവർ കൺസ്യൂംഡ് ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഈസ് 0. നെക്സ്റ്റ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ആ ഇൻഡക്ടർ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇക്വേഷൻ ആണ് ½ Li². എനർജിയുടെ യൂണിറ്റ് ജൂൾ. L മീൻസ് ഇൻഡക്റ്റൻസ്, I മീൻസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ
ഇൻഡക്ടർ. നെക്സ്റ്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ കൊണ്ട് സൂചിപ്പിക്കും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ ഒമേഗ എൽ എന്നാണ്. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം 2πf. സോ എക്സ് എൽ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ എക്സ് എൽ ഈസ് ഈക്വൽ ടു 2πf എൽ എന്നാണ്. വാട്ട് ഈസ് റിയാക്ടൻസ്? വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മീൻസ് ഈ ഇൻഡക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിനൊരു റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ഒരു ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് മീൻസ് an inductor offers a resistance. That means resistance offered by an inductor to a circuit. ഒരു റെസിസ്റ്റർ ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന ഒരു ഇൻഡക്ടർ ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് സൂചിപ്പിക്കുന്ന ഇലക്ട്രോണ് എക്സ് എൽ ആൻഡ് ഇക്വേഷനാണ് ഒമേഗ എൽ. ഒമേഗ എൽ ഈസ് ഈക്വൽ ടു 2πfl. സോ അതൊരു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് മനസ്സിലായി. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ ടു എ സർക്യൂട്ട് ഈസ് കാൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇക്വേഷൻ അറിയാം, യൂണിറ്റ് അറിയാം. ഓക്കെ. നെക്സ്റ്റ് ആണ് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ ലീഡിങ് പവർ ഫാക്ടറാണ്. ലീഡിങ് പവർ ഫാക്ടർ മീൻസ് കറണ്ട് വോൾട്ടേജിനെക്കാട്ടി ലീഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജ് Vm sin omega t, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C, കറണ്ട് I. വോൾട്ടേജ് കറണ്ടിനെക്കാട്ടി ലീഡ് ചെയ്യുന്നു. ഇവിടെ വോൾട്ടേജ് 0 ആകുന്നത് ഈ പൊസിഷൻ, കറണ്ട് 0 ആകുന്നത് ഇവിടെ. ദാറ്റ് മീൻസ് π/2. സോ π/2 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട് കറണ്ട്. സോ അതുകൊണ്ട് ഈ സർക്യൂട്ട് നമ്മൾ എന്ത് പറയും? ഈ പവർ ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് പറയാം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലിയിൽ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. സോ ഇക്വേഷൻ നോക്കാം. V is equal to Vm sin omega t. കറണ്ട് ലീഡ് ചെയ്യുന്നു, അതുകൊണ്ട് Im sin omega t plus 90. ഇതാണ് ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാൻ പറ്റും. ഇത് ഫേസർ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാകും. ഇത് വോൾട്ടേജ്, കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നോക്കാം. ഇൻ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. സോ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത് കൊണ്ട് ഫേസ് ഡിഫറൻസ് ഈസ് 90. നേരത്തെ പോലെ തന്നെയാണ് ഫേസ് ഡിഫറൻസ്. അതായത് 590 ആയതുകൊണ്ട് cos 90 0, പവർ ഫാക്ടർ 0. പവർ ഫാക്ടർ 0 ആയാൽ പവർ കൺസ്യൂംഡ് ഈസ് 0. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ കൺസ്യൂംഡ് ഇൻ എ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇസ് ഡാഷ്. ആൻസർ ഈസ് 0. പവർ കൺസ്യൂംഡ് ഇൻ എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇസ് ഡാഷ് 0. വെൻ പവർ കൺസ്യൂംഡ് ഈസ് മാക്സിമം. റെസിസ്റ്റർ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ കൺസ്യൂംഡ് ഈസ് മാക്സിമം. ബാക്കി രണ്ട് ഇൻഡക്ടർ ആയാലും ശരി കപ്പാസിറ്റർ ആയാലും ശരി പവർ കൺസംഷൻ ഈസ് 0. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ half CV². C means capacitance, V means voltage. Half CV² joule. Next, capacitive reactance. Capacitive reactance indication 1 divided by omega C. Omega value അറിയാം 2πf. So 1 divided by 2πfc. എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് മീൻസ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ ഇൻഡക്ടർ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ എന്തായിരിക്കും കപ്പാസിറ്റീവ് റിയാക്ടൻസ് മീൻസ്? ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ ടു എ സർക്യൂട്ട്. ഒരു കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസിന് പറയുന്ന ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതൊരു റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ഓം. സോ ഇത്രയും കേസാണ് ബേസിക്കലി എ സി സർക്യൂട്ടിനെ പറ്റി നമുക്ക് അറിയാനുള്ളത്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഒരു എക്സ്പയർഡ് ക്വസ്റ്റ്യൻസ് ഫ്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എ സി ഫണ്ടമെൻറ്റൽസും ഈ ഒരു എ സി സർക്യൂട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോം ഫാക്ടർ ഇൻ റെഫറൻസ് ടു ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഫ്രം റെപ്രസെൻറ്റ്സ് ദ റേഷ്യോ ഓഫ്. ഫോം ഫാക്ടർ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോം ഫാക്ടർ ഇക്വേഷൻ നമുക്കറിയാം RMS വാല്യൂ, റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. സോ ദിസ് ഈസ് ദ ഓപ്ഷൻ. Next one, if the current and voltage are out of phase by 90 degree, that means the phase difference, ഇപ്പോൾ നമ്മൾ പറഞ്ഞു phase difference is 90 degree ആണെന്നുണ്ടെങ്കിൽ the power is 0. കാര്യം phase difference 90 ആണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ 0 ആവുന്നു. അതുകൊണ്ട് പവറിൻ്റെ വാല്യൂ 0. കാര്യം പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം P is equal to VI cos phi. ഇവിടെ പവർ ഫാക്ടർ 590 ആണ്. സോ cos phi 0 ആവുന്നു. ഇത് 0 ആയി കഴിഞ്ഞാൽ പവർ ഈസ് ഓട്ടോമാറ്റിക്കലി go to 0. സോ ആൻസർ ഈസ് 0. Next one, the form factor of a 220 volt 50 Hz AC waveform.
നമുക്ക് പറയാം ഒരു എ സി വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ അത് സൈനസോയ്ഡൽ വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ഫാക്ടർ ഇസ് എ കോൺസ്റ്റൻറ്റ്. വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോം ഫാക്ടർ 1.11. സോ ഇതെല്ലാം നമ്മൾ ബാക്കി തന്നിരിക്കുന്ന ഈ 220 വോൾട്ട് 50 ഹെർട്സ് നമ്മൾ ആ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്ന കുറച്ച് ഇതാണ്. സോ ഫോം ഫാക്ടർ ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് 1.11 ഫോർ എ സി വേവ് ഫോം. നെക്സ്റ്റ്, if E1 is equal to A sin omega t, E2 is equal to A sin omega t minus phi, then ഈ രണ്ട് E1ൻ്റെയും E2 രണ്ട് വേവ് ഫോമാണ്, രണ്ട് EMFൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും E2 ഒമേഗ ടി മൈനസ് 5 ആണ്. ദാറ്റ് മീൻസ് ഒമേഗ ടി മൈനസ് തീറ്റ, ദാറ്റ് മീൻസ് ഒരു തീറ്റ ഡിഗ്രി കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും E2 ലാഗ്സ് E1 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. E2 ലാഗ്സ് E1 ബൈ തീറ്റ ഡിഗ്രി. E2 ലാഗ്സ് ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. E2 ലാഗ്സ് ഇല്ലാത്തതുകൊണ്ട് E2 തീറ്റ ഡിഗ്രി കുറഞ്ഞ് നിൽക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, E1 തീറ്റ ഡിഗ്രി കൂടി നിൽക്കുന്നു. അതുകൊണ്ടോ നോക്കാം. E1 ലീഡ്സ് തീറ്റ ഡിഗ്രി ഉണ്ടോ നോക്കാം. ഉണ്ട്. E1 ലീഡ്സ് E2 ബൈ തീറ്റ ഡിഗ്രി. സോ ദിസ് ഈസ് ദ ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, the equation for 25 cycles current sine wave having RMS value of 30 ampere will be. ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കറണ്ട് ഇക്വേഷൻ അറിയാം. I is equal to Im sin ഒമേഗ ടി. സോ IMൻ്റെ വാല്യൂ വേണം, ഒമേഗയുടെ വാല്യൂ വേണം കണ്ടുപിടിക്കാം. അതേപോലെ അപ്പോൾ ആൻസർ നോക്കാം. IRMS തന്നിട്ടുണ്ട്, RMS വാല്യൂ തന്നിട്ടുണ്ട് 30 ആംപിയർ. സോ ഇത് നമുക്ക് ഐമാക്സിൻ്റെ വാല്യൂ, ഐമാക്സിമത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. IRMSൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, IMAX ഡിവൈഡ് ബൈ √2. സോ IMAX ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു IRMS. സോ നമുക്ക് 42.426 ആംപിയർ എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ, 25 cycles മീൻസ് ഫ്രീക്വൻസി ഈസ് 25. ദാറ്റ് മീൻസ് അതാണ് 25 സൈക്കിൾ എന്ന് പറയുന്നത്. 25 cycles മീൻസ് 25 cycles പെർ സെക്കൻഡ്. ഫ്രീക്വൻസി എന്താണെന്നറിയാം, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. സോ ഫ്രീക്വൻസി 25 കണ്ടുപിടിക്കാൻ നമുക്ക് ഇനി വേണം ഒമേഗയുടെ വാല്യൂ വേണം. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. സോ 2π ഇൻറ്റു 50, ആൻസർ ഈസ് 50π അല്ല, ഇവിടെ 100π. 2π ഇൻറ്റു 50 അല്ല, ഇവിടെ 2π ഇൻറ്റു 25, ആൻസർ ഈസ് 50π. സോ ഒമേഗയും കിട്ടി, ഐമാക്സും കിട്ടി. സോ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു IMAX സൈൻ ഒമേഗ ടി. സോ 42.42 sin 50πt. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മാക്സിമം വാല്യൂ, ആ ഇക്വേഷനിൽ എന്തൊക്കെയാണ് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും, ഒമേഗയും കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അവർ RMS വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ 25 cycles മീൻസ് 25 cycles പെർ സെക്കൻഡ് ആണ്. സോ അത് ഫ്രീക്വൻസിയാണ്, എഫിൻ്റെ വാല്യൂ ആണ്, അതിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കാം, ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ആണ് RMS വാല്യൂ ഓഫ് എ കറണ്ട് ഗിവൺ ബൈ I ഈസ് ഈക്വൽ ടു 15 cos 628t പ്ലസ് 30 ഡിഗ്രി. ഇതാണ് ഇക്വേഷൻ. കണ്ടുപിടിക്കേണ്ടത് RMS വാല്യൂ. RMS വാല്യൂന് ഒരേ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RMS വാല്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2. അത്ര മതി. മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുക, ഡിവൈഡ് ബൈ √2. ഇപ്പോഴത്തെ മാക്സിമം വാല്യൂ ഏതാണ്, I ഈസ് ഈക്വൽ ടു IM cos, അത് ആ ഒരു മോഡലാണ്. അപ്പോൾ ഈ I കഴിഞ്ഞ് ഈ കോസിൻ്റെ ഇവിടെ കോസോ സൈനോ എന്തോ ആയിക്കോട്ടെ, അതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കും മാക്സിമം വാല്യൂ. സോ ഇവിടുത്തെ മാക്സിമം വാല്യൂ 15 ആണ്. സോ 15 ഡിവൈഡ് ബൈ √2, 10.6, ആൻസർ ഈസ് ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, what is RMS value of a rectangular voltage wave? RMS value of a rectangular voltage wave with an amplitude 10 volt. ഒരു റെക്ടാങ്കുലർ വേവ് ഫോമിൻ്റെ കേസിൽ, ഫോർ എ റെക്ടാങ്കുലർ വേവ് ഫോം RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ ഇതെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടേക്കുക, ഒരു റെക്ടാങ്കുലർ വേവ് ഫോമിൻ്റെ കേസിൽ RMS വാല്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ, റെക്ടാങ്കുലറിൻ്റെ കേസിൽ. സോ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് മീൻസ് പീക്ക് വാല്യൂ തന്നിട്ടുണ്ട് 10 വോൾട്ട്. കണ്ടുപിടിക്കേണ്ടത് RMS വോൾട്ടേജാണ് ചോദിച്ചേക്കുന്നത്. എല്ലാം ഈക്വലാണ്, അതുകൊണ്ട് എൻ്റെ ആൻസർ 10 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ മീൻ വാല്യൂ ഓഫ് AC റിലേറ്റഡ് പീക്ക് വാല്യൂ ഓഫ് AC ബൈ ആൻ ഇക്വേഷൻ. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ. ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ അറിയാൻ 2I0 ഡിവൈഡ് ബൈ പൈ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, വിച്ച് വേവ് ഹാസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടറിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ സ്ക്വയർ വേവ് ആണ്.
ഫോം ഫാക്ടറിന് ഏറ്റവും ലീസ്റ്റ് വാല്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടേബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞ വാല്യൂ സ്ക്വയർ വേവിനാണ്, ഏറ്റവും കൂടിയ വാല്യൂ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവിനൊക്കെ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ്സ് ഹാസ് എ ഫോം ഫാക്ടർ 1? ഫോം ഫാക്ടർ ഉള്ളത് സ്ക്വയർ വേവ്. സ്ക്വയർ വേവിൻ്റെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, RMS വാല്യൂ, അതേപോലെ ആവറേജ് വാല്യൂ ഒക്കെ എന്താണ് 1 ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സോ 1 ആയിട്ടുള്ള ഫോം ഫാക്ടർ 1 ആയിട്ടുള്ള വേവ് ഫോം സ്ക്വയർ വേവ് ഫോം. Next question, if one cycle of AC waveform occurs every millisecond, the frequency will be millisecond. അപ്പോൾ ടൈം പീരീഡ് തന്നേക്കുന്നത്, ടൈം പീരീഡ് തന്നേക്കുന്ന ഫ്രീക്വൻസിനോട് വിളിക്കാൻ പറയുന്നത്. മില്ലിസെക്കൻഡ് മീൻസ് എന്താണ്, അതിനെ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 10⁻³ സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/by ടൈം പീരീഡ് ആണെന്ന് അറിയാം. സോ ടൈം പീരീഡ് മില്ലിസെക്കൻഡ്, 1 മില്ലിസെക്കൻഡ് ആണ്. 1 മില്ലിസെക്കൻഡ് മീൻസ് 10⁻³ സെക്കൻഡ്. 10⁻³ മുകളിൽ പോകുന്നു, അപ്പോൾ 10⁻³ ആകുന്നു. 10⁻³ മീൻസ് 1000. So answer is 1000 Hz. This is the answer. Which of the following frequencies has the longest time period? ഈ താഴത്തെ 4 ഫ്രീക്വൻസീസ് ഉണ്ട്. 1 Hz, 10 Hz, 1 Hz, 10 Hz, 1 kHz and 10 kHz. ഇതിൽ ഏതിനാണ് ലോങ്ങസ്റ്റ് ടൈം പീരീഡ് ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ റിലേഷൻ അറിയാം. ടൈം പീരീഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/by ടൈം പീരീഡ്. സോ ഇൻവേഴ്സ് റിലേഷനാണ്. ലോങ്ങസ്റ്റ് ടൈം പീരീഡാണ് ചോദിച്ചേക്കുന്നത്. ലോങ്ങസ്റ്റ് ടൈം പീരീഡ് ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഏതിനാണോ അതിനായിരിക്കും ലോങ്ങസ്റ്റ് ടൈം പീരീഡ്. ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1 Hz ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഫോം ഫാക്ടർ? ഫോം ഫാക്ടറിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ്. ഏറ്റവും ലീസ്റ്റ് വാല്യൂ സ്ക്വയർ വേവ് ഫോം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഹയസ്റ്റ് വാല്യൂ ആണ്. സോ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് ആണ് ആൻസർ. Next one, RMS value and mean value is same in case of square wave. പഠിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. RMS വാല്യൂ, മീൻ വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ എല്ലാം സെയിം ആണ് സ്ക്വയർ വേവിൻ്റെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ വേവ് ഫോം മോർ പീക്കി ദാൻ എ സൈൻ വേവ് ദെൻ ഫോം ഫാക്ടർ വിൽ ബി. ഒരു വേവ് ഫോം സൈൻ വേവിനെക്കാട്ടി മോർ പീക്കി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ഫാക്ടർ സൈൻ വേവിൻ്റെ ഫോം ഫാക്ടറിനെക്കാട്ടി കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് മോർ ദാൻ 1.11. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കുലർ വേവ് സൈൻ വേവിനെക്കാട്ടി മോർ പീക്കിയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഫോം ഫാക്ടർ, അതായത് ട്രയാങ്കുലർ വേവിൻ്റെ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ 1.15 ആണ്. അതേപോലെ മോർ പീക്കി ആണെന്നുണ്ടെങ്കിൽ, സൈൻ വേവിനെക്കാട്ടി മോർ പീക്കി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ദാറ്റ് മീൻസ് ആ പീക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഫ്ലാറ്റൻഡ് ഷേപ്പ്, ദാറ്റ് മീൻസ് ഒരു സ്ക്വയർ വേവോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ വേവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ 1 വരും. കാര്യം എന്തുമാത്രം വേവ് ഷേപ്പ് എന്തുമാത്രം പീക്കി ആവുന്നോ അതിനനുസരിച്ച് ഫോം ഫാക്ടറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അവിടെ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ, ഫോർ എ വേവ് ഫോം മോർ പീക്കി ദാൻ എ സൈൻ വേവിനെക്കാട്ടി മോർ പീക്കി ആണെന്നുണ്ടെങ്കിൽ ഫോം ഫാക്ടർ വിൽ ബി. സൈൻ വേവിൻ്റെ നമുക്കറിയാം, സൈൻ വേവിൻ്റെത് 1.11 ആണെന്ന് നമുക്കറിയാം. സോ മോർ പീക്കിയാണ്, അതിനെക്കാട്ടി മോർ പീക്കി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ഫോം ഫാക്ടർ വിൽ ബി മോർ ദാൻ 1.11. ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, ഇഫ് EMF ഓഫ് ഇൻ എ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു 100 sin 628t, ദെൻ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ E ഈസ് ഈക്വൽ ടു 100 sin 628t. ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. ജനറൽ ഇക്വേഷൻ നമുക്കറിയാം E ഈസ് ഈക്വൽ ടു Emax sin omega t ആണെന്ന് അറിയാം. ജനറൽ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്തിട്ട് ഓരോ ടേംസ് നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ Emaxൻ്റെ വാല്യൂ 100 എന്ന് കിട്ടി. സോ ഒരു ആൻസറായി. ഒന്നാമത്തെ ആൻസർ എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് Emax. സോ ഒരു ആൻസറായി. അതിൻ്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി 100 വോൾട്ട്. നെക്സ്റ്റ്, സൈൻ ഒമേഗ ടി, ഒമേഗ വരെ കൊടുത്തിരിക്കുന്നത് 628. നമുക്ക് വേണ്ടത് ഒമേഗ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയാണ് വേണ്ടത്. സോ ഒമേഗയും എഫും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. അപ്പോൾ 2πfൻ്റെ വാല്യൂ ആണ് 628. നമുക്ക് വേണ്ടത് എഫിൻ്റെ വാല്യൂ ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു 628/2π. സോ 628/2 × 3.14 എന്ന് കൊടുക്കുന്നു. സോ 628/6.28. ആൻസർ ഇസ് 100 Hz. സോ ആൻസർ Answer 100 volt 100 Hz. That means B option is the answer. Next one, for a triangular wave the form factor is at table കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച ടേബിൾ ഉണ്ടായിരുന്നു 1.15. ആ ടേബിൾ ഒന്ന് മെമ്മറൈസ് ചെയ്തേക്കണം. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് ചോദിക്കാം. നെക്സ്റ്റ്, ഫോർ എ സ്ക്വയർ വേവ്
For a square wave, the form factor is square wave and form factor. നേരത്തെ പഠിച്ചായിരുന്നു. സ്ക്വയർ വേവ് ഫോം ഫാക്ടർ പീക്ക് ഫാക്ടർ ഒക്കെ RMS വാല്യൂ എല്ലാം എന്ത് തന്നെയാണ്? യൂണിറ്റി. നെക്സ്റ്റ്, ടു സൈനസോയിഡൽ ക്വാണ്ടിറ്റീസ് ആർ സെഡ് ടു ബി ഇൻ ഫേസ് ക്വാഡ്രേച്ചർ when their phase difference is quadrature. Quadrature means 90 degree. So അത് കണ്ടാൽ നമുക്കറിയാം, എഴുതാം 90 degree. Answer is 90 degree. Next one, which of the following relation is incorrect? Power factor is equal to power factor equation നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം. റിയൽ പവർ ഡിവൈഡ് ബൈ അപ്പാരൻറ്റ് പവർ. കറക്റ്റാണ്. റിയൽ പവർ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പാരൻറ്റ് പവർ. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. സോ ഇതല്ല ആൻസർ. നെക്സ്റ്റ്, KW ഡിവൈഡ് ബൈ KVA. KW എന്ന് പറഞ്ഞാൽ റിയൽ പവറിൻ്റെ യൂണിറ്റ് ആണ്. KVA എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് ആണ്. സോ ഈ റിലേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷനും ശരിയായിരിക്കും. സോ അതുമല്ല ആൻസർ. പിന്നെ വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് പഠിച്ചായിരുന്നു, R ഡിവൈഡ് ബൈ Z എന്ന് പഠിച്ചായിരുന്നു. സോ അതും കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് അല്ലാതെ ഏതായിരിക്കും ഓപ്ഷൻ? ഡി ആയിരിക്കും. സോ എൻ്റെ ആൻസർ ഡി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. പവർ ഫാക്ടറിന് കണ്ടക്ടൻസ് ഡിവൈഡ് ബൈ സസെപ്റ്റൻസ് പഠിച്ചിട്ടില്ല. സോ ദിസ് ഈസ് ദ ആൻസർ. ഇൻകറക്റ്റ് റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the capacitors for power factor correction are related in terms of. Capacitors for power factor correction are related in terms of. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിയാക്റ്റീവ് പവർ ഫാക്ടർ കറക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്റ്റീവ് പവറാണ്. അതായത് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്സിനൊക്കെ വേണ്ടി നമ്മൾ കപ്പാസിറ്റർ ബാങ്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ റിയാക്റ്റീവ് പവർ ഈസ് യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ. പവർ ഫാക്ടർ കറക്ഷൻ ഉപയോഗിക്കുന്ന പവറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. റിയാക്റ്റീവ് പവർ മീൻസ് യൂസ്ലെസ് പവറാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ആ പവർ സോഴ്സിനും ആ ലോഡിനും ഇടയ്ക്ക് ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കടന്ന് ഫ്ലോ ചെയ്യുന്ന ഒരു യൂസ്ലെസ് പവറാണ് റിയാക്റ്റീവ് പവർ. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ കറക്ഷൻ മാത്രമാണ്, വേറൊരു യൂസ്ഫുൾ വർക്കൊന്നുമില്ല. സോ പവർ ഫാക്ടർ കറക്ഷൻ ഉപയോഗിക്കുന്നത് റിയാക്റ്റീവ് പവറാണ്. റിയാക്റ്റീവ് പവർ എൻ്റെ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം kVAR, കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ്. സോ ആൻസർ ഈസ് kVAR. അടുത്ത ക്വസ്റ്റ്യൻ, എ കറണ്ട് ഇൻ എ സർക്യൂട്ട് മെഷേഴ്സ് 4 ആംപിയർ. ഒരു കറണ്ട് ഇൻ എ സർക്യൂട്ട് മെഷേഴ്സ് 4 ആംപിയർ. മെഷേഴ്സ് 4 ആംപിയർ. ദെൻ ദ മാക്സിമം ഇൻസ്റ്റന്റേനിയസ് മാഗ്നിറ്റ്യൂഡ് ഫോർ ദിസ് കറണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്തപ്പോൾ 4 ആംപിയർ കിട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരു ഡൊമസ്റ്റിക് സപ്ലൈ 240 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് എന്ത് വോൾട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം RMS വോൾട്ട് എന്ന് പറയാം. നമ്മളെ വീട്ടിൽ കിട്ടുന്ന സപ്ലൈ 30 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് RMS കറണ്ടാണ്. സോ അതുകൊണ്ടൊരു കറണ്ട് ഒരുപാട് ടൈപ്പ് കറണ്ട് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് വോൾട്ടേജ് പഠിച്ചായിരുന്നു. RMS വോൾട്ടേജ്, ആവറേജ് വോൾട്ടേജ്, അതേപോലെ പീക്ക് വോൾട്ടേജ്, ഇങ്ങനെ പലതും പഠിച്ചു. സോ ഇങ്ങനെ മെൻഷൻ ചെയ്യാതെ പറയുന്നു ഒരു കറണ്ട് ഇവിടെ കിട്ടുന്ന സപ്ലൈ 10 വോൾട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് RMS വോൾട്ടേജ് 10 എന്നാണ്. സോ ഇവിടെ എന്ത് കറണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു കറണ്ട്, ഒരു സർക്യൂട്ടിൽ കറണ്ട് മെഷർ ചെയ്തപ്പോൾ 4 ആംപിയർ ആണെന്ന് പറഞ്ഞു. സോ ആ കറണ്ട് എന്തായിരിക്കും? RMS കറണ്ട്. സോ IRMS ഈസ് ഈക്വൽ ടു 4 ആംപിയർ. ഇതിൻ്റെ മാക്സിമം ഇൻസ്റ്റന്റേനിയസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് I0. IRMSും I0 തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. IRMS ഈസ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2. കണ്ടുപിടിക്കേണ്ടത് I0. സോ I0 ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു √2. IRMSൻ്റെ വാല്യൂ 4 ഇൻറ്റു √2. ആൻസർ ഈസ് 4 ഇൻറ്റു √2. ദിസ് ഈസ് ദ ആൻസർ. ആ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ IRMS കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് ആൻ AC വോൾട്ടേജ് ഈസ് 200 sin 50t. 200 sin 50/t. ദെൻ RMS വാല്യൂ ഓഫ് വോൾട്ടേജ്. RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ആണ്. ഇവിടുത്തെ മാക്സിമം വാല്യൂ നോക്കിയപ്പോൾ അറിയാം 200 ആണ്. സൈൻ അല്ലെങ്കിൽ കോസൈൻ തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിരിക്കും മാക്സിമം വാല്യൂ. സോ 200 ആണ്. 200 ഡിവൈഡ് ബൈ √2 എടുത്താൽ ആൻസറായി. സോ എത്ര ഉണ്ടെന്ന് നോക്കാം. 200 ഡിവൈഡ് ബൈ √2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ √2 ഡിവൈഡ് ബൈ √2. √2 ഇൻറ്റു √2 2. 200 ഡിവൈഡ് ബൈ 2. ആൻസർ ഈസ് 100. 100 √2 ഈസ് ദ ആൻസർ. 100 √2 ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, when AC flows through a resistance, then ഒരു AC
ആൾട്ടർനേറ്റിംഗ് കറണ്ട് റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്താൽ എന്താണെന്ന്. ഓപ്ഷൻസ്: കറണ്ട് ലീഡ്സ് ഇ എം എഫ്, കറണ്ട് ലാഗ്സ് ഇ എം എഫ്, കറണ്ട് ആൻഡ് ഇ എം എഫ്സ് ആർ ഇൻ ഫേസ്, നൺ ഓഫ് ദം. നമുക്കറിയാം ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് ആണെന്നറിയാം. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, the power factor of incandescent bulb is dash. 0.8 lagging, 0.8 leading, unity 0. ഒരു ഇൻകാൻഡസെൻ്റ് ബൾബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇൻകാൻഡസെൻ്റ് ബൾബ് ഈസ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇൻകാൻഡസെൻ്റ് ബൾബ് ഈസ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അതിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. കാര്യം ആ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈയുടെ വാല്യൂ, ഫേസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഫേസിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ ഈസ് cos phi. Cos 0 is 1. So power factor is 1. 1 means unity. Okay. അപ്പോൾ incandescent bulbിൻ്റെ പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഫോം ഫാക്ടേഴ്സ് ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. RMS വാല്യൂ ഡിവൈഡ് ബൈ മീൻ വാല്യൂ. നെക്സ്റ്റ് വൺ, ഇൻ ആൻ AC സർക്യൂട്ട് ദ കറണ്ട് ഓപ്ഷൻ ഈസ് ആൾവേസ് ഇൻ ഫേസ് വിത്ത് ആൻ EMF, with the EMF. B, always leads the EMF. C, always lags the EMF. D, any of the above depending upon the element L, C or R of the circuit. Option, correct option is D. കാര്യം അറിയാം, ഒരു AC സർക്യൂട്ടിൽ അതിൻ്റെ കമ്പണൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പവർ ഫാക്ടർ എങ്ങനെയാണെന്നുള്ളത്. സോ എനി ഓഫ് ദ എബവ് ആവാം, ഇൻ ഫേസ് ആവാം. ഇൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അത് സർക്യൂട്ട് ആയിരിക്കും, റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ആൾവേസ് ലീഡ്സ് ദ EMF, ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ആൾവേസ് ലാഗ്സ് ദ EMF ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എനി ഓഫ് ദ എബവ്, ഇതിൽ ഏതുവാണെങ്കിലും ആവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എലമെൻറ്റ്സ് ഇൻഡക്റ്റീവ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ഓഫ് ദ സർക്യൂട്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടേക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. സോ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.